എൻ്റെ മോൻ്റെ അമ്മായിയമ്മയാണ്. അവർ 10-30 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പം മോള് മരിച്ചു പോയപ്പോൾ അവർ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം 6 മാസം കൊണ്ട് അവർക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇതുകൊണ്ടാണ് കൊണ്ടുപോയത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. പിന്നെ അതിപ്പം ട്യൂബൊക്കെ ഇട്ട് ട്യൂബിന് ഊരാനൊന്നും ഒക്കത്തില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സയൊക്കെ ആയിരിക്കും. ഇപ്പം ഞങ്ങളെ കൊണ്ട് നിവൃത്തിയൊന്നുമില്ല അവരെ നോക്കാനെ കൊണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ മേഡത്തിനോട് പറഞ്ഞത്, മഞ്ജു മേഡത്തിനോട് പറഞ്ഞത്. അപ്പം അങ്ങനെ മഞ്ജു മേഡം ആശ്രയിലെ സാറിനെ വിളിച്ചതും വെച്ചതും ഒക്കെ അങ്ങനെ വെച്ച് ഇപ്പം അവരെ കൊണ്ടുപോകാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ഇന്ന് അങ്ങോട്ടാക്കാമെന്ന് വിചാരിക്കുക. ഇല്ല, വേറെ മക്കളൊന്നുമില്ല, അവർക്ക് ആരുമില്ല. അനിയത്തിമാരുണ്ട് തമിഴ്നാട്ടിലാണ്. അവരൊന്നും ഇതിനകത്ത് ഇടപെടത്തൊന്നുമില്ല, അവർ വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കും 30 വർഷം കൊണ്ട്. അപ്പോൾ മോൾ എൻ്റെ മോനാ കല്യാണം കഴിച്ചിരുന്നത്, അതിങ്ങനെ മരിച്ചുപോയി. പിന്നെ അതിൽ 2 കുട്ടികളുണ്ട്, അതുങ്ങളെ ഞാനാണ് നോക്കുന്നത്. ഇപ്പോൾ അവൻ വേറെ ഒരു കല്യാണം കഴിച്ചു. ഇപ്പോൾ 2 വർഷമായതേ ഉള്ളൂ. 10 കൊല്ലമായി മോൾ മരിച്ചിട്ട്. ഇപ്പോൾ രണ്ടാമത് ഇങ്ങനൊരു കല്യാണം കഴിച്ചിരിക്കുക. ഇവരെ പിന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. നമുക്ക് നോക്കാൻ ഇത്രയും നോക്കി, ഇനി അങ്ങോട്ട് നോക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഇപ്പം 6-7 മാസമായി. തീരെ വയ്യാതായിട്ട്. ആളിങ്ങനെ എല്ലാവരും ഇരുന്നത്, നല്ല ഇതിലായിരുന്നത്. 6-7 മാസത്തോളം ആയിപ്പം. വാടകയ്ക്ക് താമസിക്കുന്നത്. 30 വർഷം കൊണ്ട് വാടകയ്ക്ക് തന്നെ താമസിക്കുക. അവരില്ല കച്ചവടത്തിനൊക്കെ പോകുന്നത്, ആക്രി ഇറക്കാൻ, ആക്രി കച്ചവടത്തിന് പോയതായിരുന്നു. വയ്യാനാശം പോയിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ എല്ലാം കൊണ്ട് സഹായിക്കുന്നേ കൊടുക്കുന്നേ. ശാന്തമ്മ താമസിക്കുന്നു. അവർ എൻ്റെ വീട്ടിലെ വാടകയ്ക്ക് കുറച്ച് നാൾ കൊണ്ട് 1 കൊല്ലം കൊണ്ട് താമസിക്കുന്നത്. അത് ആക്രി ഉറക്കാൻ പോകുമായിരുന്നു. അവർക്കിപ്പോൾ ഒരു 6 മാസമായിട്ട് തീരെ കിടപ്പില്ല. ട്യൂബ് ഇട്ട് അവർക്ക് ചികിത്സയൊന്നും കിട്ടുന്നില്ല. അവർക്ക് ഈ ട്യൂബ് മാത്രമേ ഇടുന്നുള്ളൂ. ആർക്കും ചികിത്സ കിട്ടാതെ അവർ ആ വീട്ടിൽ കിടന്ന് ഭയങ്കര നിലവിളിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. ചികിത്സയ്ക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ അവർക്ക് പിന്നെ സ്കാൻ ചെയ്യാനും അവർക്ക് ഏതാണ്ടൊക്കെ ചെയ്യാനും ഒന്നും അവർക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് അവരിങ്ങനെ അത് വിട്ടുകൊണ്ട് കിടന്ന് രാത്രി മൊത്തവും നിലവിളിയാണ്. അവസാനം നമ്മളും കൂടെ ഇടപെട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ചികിത്സാ സഹായം കിട്ടാൻ വേണ്ടി നമ്മൾ വേണ്ടുന്നവരെ കണ്ട് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് കണ്ട് അവർക്ക് ചികിത്സ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് പോവുക ഇന്ന്. കലൈപുരം ആശ്രയില പോവാൻ തീരുമാനിച്ചത്. ഇപ്പം തൽക്കാലം ആസ്പത്രിയിലോട്ട് കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് തീരുമാനം. ഈ പുഷ്പ എന്ന് പറയുന്ന ഈ അമ്മ തമിഴ്നാട് സ്വദേശിനിയാണ്. അമ്മ കേരളത്തിൽ വന്നിട്ട് 30 വർഷത്തിലേറെ കാലമായി. ആക്രി പറക്കിയുള്ള ജീവിതമായിരുന്നു. അമ്മയുടെ ഒപ്പം ഒരു മകളുണ്ടായിരുന്നു. മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. നിർഭാഗ്യവശാൽ മകൾ മരണപ്പെട്ടു. 2 കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കൾ മരുമകനോടൊപ്പമാണ്. പക്ഷെ അമ്മയെ സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നു. അമ്മ ഇവിടെ കൊട്ടാരക്കര പടിഞ്ഞാറ്റിക്കര റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ശാന്തമ്മ എന്ന് പറയുന്ന അമ്മച്ചിയുടെ സംരക്ഷണയിൽ ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം 3 വർഷമായി ഈ ഭവനത്തിൽ വന്നിട്ട്. ഈ വീട് വാടകയില്ലാതെ കൊടുത്തിരിക്കുന്നു. അവർക്ക് ജോലി ചെയ്യാൻ തക്കതായ ശേഷിയില്ല. പണ്ടൊക്കെ ആക്രി പറക്കി വയ്ക്കുമായിരുന്നു. ഇപ്പോഴമ്മയ്ക്ക് 2 വൃക്കകളും തകരാറിലായി ചികിത്സ ലഭിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അമ്മ അറിയാതെ തന്നെ എപ്പോഴും മൂത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വൃക്കകൾക്ക് ഉള്ള ചികിത്സ, പ്രവർത്തനരഹിതമായ വൃക്കകൾക്ക് ഇനി ചികിത്സയോ വൃക്ക മാറ്റിവെക്കലോ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സകളൊക്കെ അമ്മയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വിവരം കൊട്ടാരക്കരയിലെ RTOയിലെ മഞ്ജു മാഡമാണ് ആശ്രയയിൽ ഈ വിവരം അറിയിച്ചത്. മഞ്ജു മാഡം ഒരു ജോയിൻ്റ് RTO അല്ലേ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ഈ രംഗത്തെ ആദ്യത്തെ വനിതാ സാന്നിധ്യം പ്രിയപ്പെട്ട ഈ മഞ്ജു മാഡമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഈ ഗണത്തിലേക്ക് വന്ന ആദ്യത്തെ ഒരു കേരളം മുഴുവനും
ഉറ്റുനോക്കിയ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. പ്രിയ മാഡത്തിൻ്റെ ആ ജീവകാരുണ്യ മനസ്സിൻ്റെ നന്മയാണ് ഈ പുഷ്പാമ്മയെ ഇത്തരത്തിലുള്ള അഭയകേന്ദ്രത്തിൽ ഏറ്റെടുക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത്. അതിന് മഞ്ജു മാഡത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മഞ്ജു മാഡത്തിൻ്റെ അമ്മയാണ് ശാന്തമ്മയാണ് സ്വന്തം മക്കൾക്ക് വെച്ച് വിളമ്പുന്നത് പോലെ ഈ 53-കാരിയായ പുഷ്പ എന്ന് പറയുന്ന അമ്മയ്ക്കും ആഹാരം വെച്ച് വിളമ്പി അവർ കിടക്കുന്ന കിടക്കയിൽ തലക്കിടയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് കഴിപ്പിച്ച് ശരീരത്തെ ജീവൻ നിലർത്തിയത് ശാന്തമ്മയാണ്. പൊന്നമ്മ എന്ന് പറയുന്നൊരു അയൽവക്കക്കാരി സഹോദരിയും ഈ കാര്യത്തിൽ വളരെയേറെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ശാന്തമ്മയ്ക്ക് അസൗകര്യങ്ങൾ നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മയാണ് ആഹാരം കൊടുത്തിട്ടുള്ളത്. അതെ, അപ്പോഴിങ്ങനെ അമ്മയെ പല ആളുകളുടെ കാരുണ്യം കൊണ്ട് അമ്മ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് ഫലപ്രദമായ ഒരു ചികിത്സ ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോഴിങ്ങനെ വൃക്കകൾ തകരാറിലായി ചികിത്സ ലഭിക്കാതെ ഒറ്റ മുറിയിൽ ഒരേപോലെ ആഹാരം പോലും സമയത്ത് കിട്ടാനില്ലാതെ പരസഹായത്താൽ മാത്രം ജീവിച്ച് മുന്നോട്ട് എത്ര നാൾ പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ മഞ്ജു മാഡത്തിനുണ്ടായ ആശങ്കയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഇടപെടലിന് കാരണമായി തീർന്നത്. പ്രിയ പുഷ്പ എന്ന് പറയുന്ന ഈ അമ്മച്ചിയെ, പ്രിയ മാതാവിനെ ആശ്രയ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അമ്മയ്ക്ക് ആവശ്യമായ ചികിത്സ, ഫലപ്രദമായ ചികിത്സ ഈ നിമിഷം മുതൽ അമ്മയ്ക്ക് ലഭിക്കും. അമ്മയ്ക്ക് ഇനി ഒറ്റയല്ല, 1000-ലേറെ ആളുകളുള്ള വലിയൊരു കുടുംബത്തിലേക്കാണ് അമ്മ ചെന്ന് പ്രവേശിക്കുന്നത്. അമ്മയ്ക്ക് എല്ലാവരുടെയും സ്നേഹവും കരുതലും സംരക്ഷണയും ചികിത്സയും അമ്മയ്ക്ക് ആവശ്യമുള്ള എല്ലാം ആ പ്രസ്ഥാനം നൽകും എന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അമ്മയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയും ദീർഘായുസ്സിന് വേണ്ടിയും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഒപ്പം ഈ അമ്മയുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അമ്മയെ പോറ്റി പുലർത്തി അമ്മയ്ക്ക് കിടക്കാൻ ഇടവും ഭക്ഷണമൊക്കെ നൽകി അമ്മയെ ഇതുവരെ നിലനിർത്തിയ ശാന്തമ്മയോടും ഈ സമൂഹം ഒന്നാകെ കടമപ്പെട്ടിരിക്കുന്നു. ഒപ്പം പൊന്നമ്മയെ നമുക്ക് മറക്കാവുന്നതല്ല. ഇന്നിവിടെ കൂടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് അമ്മയെ ഇന്ന് ആശ്രയ പ്രസ്ഥാനത്തിന് വേണ്ടി ആശ്രയയുടെ ജനറൽ സെക്രട്ടറി നിലയ്ക്ക് ഞാൻ ഔദ്യോഗികമായി ഏറ്റെടുക്കുകയാണ്. ആശിഷ് കെ ജോർജും ഒപ്പം ആശ്രയയുടെ സോഷ്യൽ വർക്കറായ നിഷയും എന്നോടൊപ്പം ഇന്ന് ഈ ഏറ്റെടുക്കൽ ചടങ്ങിന് സന്നിഹിതരായിട്ടുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു.